മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃതത്വത്തിലെ 8ാം ദിനത്തിൽ സ്വാമി ഉദിത് ചൈതന്യയും അഡ്വക്കേറ്റ് ജയശങ്കരും പ്രഭാഷണം നടത്തി. ശരീരം, മനസ്സ്, പ്രകൃതി എന്നിവയെ തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് ആവശ്യമായത് നൽകുന്നതാണ് യഥാർത്ഥ ആത്മീയതയെന്ന് സ്വാമി ഉദിത് ചൈതന്യ ഓർമ്മിപ്പിച്ചു. പ്രകൃതിയുടെ താളം തെറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വരും തലമുറയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് ഭീഷണി നേടുകയാണെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. ക്ഷേത്ര സംസ്കാരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഹിന്ദുക്കൾക്കിടയിലെ സംസ്കാരം ഇന്ന് കുത്തഴിഞ്ഞ നിലയിലാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഹിന്ദുക്കൾ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടമാണിതെന്ന് അവർ തിരിച്ചറിയേണ്ടതുണ്ട്. ആരോഗ്യമുള്ള ജനതയും സംസ്കാരമുള്ള സമൂഹവും പടുത്തുയർത്താൻ ആത്മീയതയ്ക്ക് വലിയ സ്ഥാനമുണ്ടെന്നും സ്വാമി ഉദിത് ചൈതന്യ പറഞ്ഞു. കേരളത്തിൽ നല്ല വൈദ്യന്മാരുണ്ടായിരുന്നു. പക്ഷെ ഈ വൈദ്യന്മാർ എന്ത് വെച്ചാൽ അവരുടെ ചില ഒറ്റമൂലി അറിവിനെ ആർക്കും, നിങ്ങൾക്കറിയാലോ, പല വൈദ്യന്മാരുടെ ശാഖകൾ അങ്ങനെയാ വരുന്നത്. അത് ആരോടും പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ അതെന്തു പറ്റി? തലമുറകളിലേക്ക് അത് പങ്കുവെക്കാതെ പോയപ്പോൾ അതിപ്പോൾ ആർക്കും പലർക്കും പരിചയം. അല്ലെങ്കിൽ കേരളം എന്ന് പറഞ്ഞാൽ വലിയൊരു ആയുർവേദത്തിന്റെ പാരമ്പര്യമുള്ളൊരു സ്ഥലമായിരുന്നു. ഇന്നിപ്പോ എന്തു പറ്റി? BAMS എന്ന് പറയുന്ന ഒരു ഡിഗ്രിയിലേക്ക് അത് ചുരുങ്ങി, അല്ലെ? സത്യം പറഞ്ഞാൽ BAMS-ഉം വൈദ്യവും തമ്മിൽ യാതൊരു ബന്ധമില്ല. BAMS അല്ല വൈദ്യം എന്ന് പറയുന്നത്. വൈദ്യം എന്ന് പറയുന്നത് സിദ്ധിയാണ്. വൈദ്യം എന്ന് പറയുന്നത് വളരെ 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 സൂക്ഷ്മമായ ഉപാസനയിലൂടെ, പ്രകൃതിയിൽ നോക്കി പഠിച്ച് ഉപാസനയിലൂടെ കിട്ടുന്ന ഒരു അറിവാണത്. കണ്ണിലേക്ക് നോക്കി രോഗം നിർണ്ണയിക്കാൻ പറ്റുന്ന ആളുകൾ പണ്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്കിന്ന് പോയി, നഷ്ടപ്പെട്ടു പോയി. ആരാ നഷ്ടപ്പെടുത്തിയത്? കാലേന നഷ്ടപരന്തപ എന്ന് ഗീതയിൽ 4-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയും. അർജുന, നമുക്ക് വലിയൊരു യോഗ സംസ്കാരം ഉണ്ടായിരുന്നു, പക്ഷെ കാലം കൊണ്ടത് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ സാധനത്തെയാണ് ഞാൻ നിനക്ക് വീണ്ടും പറഞ്ഞു തരുന്നത്. വിവസ്വാൻ ഇക്ഷ്വാകുവേ പ്രാഹ എന്നൊക്കെയുള്ള 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഗീതയിൽ, അല്ലേ? അപ്പൊ ഒരു നഷ്ടപ്പെട്ടു പോയ സംസ്കാരത്തെ കൃഷ്ണൻ തിരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഇനി ഇത് നഷ്ടപ്പെടാതിരിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? മിണ്ടണില്ല നിങ്ങള്. ഇനി ഇത് നഷ്ടപ്പെടാതിരിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഏതോ സ്വാമിമാർക്കാണോ? മള്ളിയൂര് പരമേശ്വർജിക്ക് പറ്റുവാണോ? വെൺപടിജി തുടങ്ങിയിട്ടുള്ള കുറെ ആചാര്യന്മാർക്കാണോ ഇത് നഷ്ടപ്പെടാതിരിക്കുന്ന ഉത്തരവാദിത്വം? ആർക്കാണ്? നിങ്ങൾ ഉറക്കെ പറയില്ല. എനിക്കാണ്. ഇത് ഇവിടെ ആചാര്യന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. 21ാം നൂറ്റാണ്ടിൽ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സ്നേഹരാഹിത്യത്തിൻ്റെതാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു. എത്ര തന്നെ കുറവുണ്ടെങ്കിലും ഈശ്വരവിശ്വാസികൾ ആർജിക്കുന്നത് സ്നേഹത്തിന്റെ സന്ദേശമാണെന്നും അത് സമൂഹത്തിന് കരുത്ത് പകരാൻ ഉപയോഗപ്പെടുത്തുവാൻ കഴിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുടുംബ ബന്ധങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പ്രശ്നമെന്ന് വെച്ചാൽ സ്നേഹമില്ലാതാവും. മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റാതെ സ്നേഹരാഹിത്യമാണ് സത്യത്തിൽ 21ാം നൂറ്റാണ്ടിൽ മലയാള സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ നല്ല മനുഷ്യരാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ സഹജീവികളെ സ്നേഹിക്കാൻ ശ്രമിക്കുക. കുട്ടികളെ ആ രീതിയിൽ നമ്മൾ പരിശീലിപ്പിക്കുക എന്നതാണ്. ഇവിടെ ഇരിക്കുന്ന അധികം നമുക്കറിയാം, കുട്ടികൾ ചെറുപ്പക്കാരൊക്കെ ജോലിക്ക് സ്കൂളിലൊക്കെ പോയെങ്കിൽ അപ്പൊ അമ്മൂമ്മമാർക്ക്, മുത്തശ്ശിമാർക്ക് ചെയ്യാവുന്നത് സ്നേഹം വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കുക. മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഈശ്വര വിശ്വാസവും പകർന്നു കൊടുക്കും. ഈശ്വര വിശ്വാസികൾക്ക് മറ്റെന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അതിൽ നിന്ന് ആർജിക്കുന്ന ഒരു സംസ്കാരമല്ല, ആർജിത സംസ്കാരം എന്ന് പറഞ്ഞ ഒരു സംഘം. അത് ഏത് നിലയ്ക്കും ആ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും. ഇതൊരു അന്ധവിശ്വാസമായിട്ടല്ല, നേരെ മറിച്ച് സഹജീവി സ്നേഹമായിട്ട് മനുഷ്യവർഗത്തോട് അല്ലെങ്കിൽ ഈ ഭൂമുഖത്തുള്ള ചരാചരങ്ങളോടുള്ള സ്നേഹം ഒരു വിശാലമായ അർത്ഥത്തിൽ, വിപുലമായ അർത്ഥത്തിൽ പരിവർത്തനം ചെയ്തെടുക്കാനാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഇപ്പൊ ഈ ഹിന്ദു റിവൈവലിസം എന്ന് പറയുന്നത് മറ്റു മതങ്ങളെ വെറുക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ അന്ധമായിട്ട് എതിർക്കാനോ വേണ്ടിയിട്ട് അത് നമ്മുടെ സംസ്കാരത്തെ വീണ്ടെടുക്കാം. മള്ളിയൂർ തിരുമേനി പകർന്നു നൽകിയ ആത്മീയ വെളിച്ചം സമൂഹ നന്മയ്ക്കായി ഉപകാരപ്പെടുത്തണമെന്നും ജയശങ്കർ പറഞ്ഞു.